സമാനതകളില്ലാത്ത അത്യാഡംബര തെരഞ്ഞെടുപ്പ് എന്ന വിശേഷണമായിരിക്കും ഇത്തവണത്തെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത്. അത്രമേൽ ചിലവേറിയ അത്യാഡംബരം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂട് ബീഹാറിന്റെ മണ്ണും വിണ്ണും ഒരുപോലെ അറിഞ്ഞിട്ടുണ്ട്. ബീഹാറിന്റെ ആകാശത്ത് തെരഞ്ഞെടുപ്പിനായി പാറിപ്പറന്നത് കോടിക്കണക്കിന് രൂപയായിരുന്നു. 450-ൽ അധികം തവണ വിമാനങ്ങൾ ഇക്കാലയളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി പറന്നു. ചാർട്ടേഡ് വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലുമായി നേതാക്കളും സ്ഥാനാർത്ഥികളും ആകാശമാർഗം കുതിച്ചപ്പോൾ ബീഹാറിന്റെ മണ്ണും ആകാശവും ഒരുപോലെ തെരഞ്ഞെടുപ്പിന്റെ വീറും ചൂരും അറിഞ്ഞു. ആകാശമാർഗം ഏറ്റവും അധികം തവണ സഞ്ചരിച്ച നിതീഷ് കുമാർ ബീഹാറിൽ വലിയ ഇമ്പാക്റ്റാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലും ഉണ്ടാക്കിയത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇരട്ടിയോളം സീറ്റ് നേടി JDU ഇക്കുറി അതിശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ 450-ൽ അധികം സർവീസുകളാണ് ചാർട്ടേഡ് വിമാനങ്ങളായും ഹെലികോപ്റ്ററുകളായും ബീഹാറിന്റെ ആകാശത്തിലൂടെ പറന്നു നടന്നത്. ഓരോ സർവീസിനും ലക്ഷങ്ങളാണ് ചിലവ് വരുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന നവംബർ 11 വരെ പട്ന വിമാനത്താവളത്തിൽ നിന്ന് 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിലേക്ക് ഓരോ ദിവസവും പറന്നുയർന്നത് 25 ഹെലികോപ്റ്ററുകളും 15 ചാർട്ടേഡ് വിമാനങ്ങളുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഏകദേശം 210 വിമാനങ്ങൾ ഇത്തരത്തിൽ പറന്നു നടന്നപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അത് ഏകദേശം 240 വിമാനങ്ങൾ എന്ന കണക്കിലേക്ക് ഉയർന്നു. ബീഹാറിൽ ഉടനീളമുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി പ്രചാരണ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചാരണ കേന്ദ്രങ്ങളിലേക്ക് പറക്കാൻ വിമാനങ്ങൾ ഇടതടവില്ലാതെ പറന്നു. രാജ്യത്തെ രാഷ്ട്രീയ യുദ്ധത്തിന്റെ കുതിച്ചുയരുന്ന ചെലവുകളെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ചാർട്ടേഡ് വിമാനങ്ങൾക്ക് മണിക്കൂറിൽ 4 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെയാണ് വാടക വരുന്നത്. 4 പേർക്ക് ഇരിക്കാവുന്ന സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്ററുകൾക്ക് മണിക്കൂറിൽ ഏകദേശം 1.5 ലക്ഷം രൂപയും ഇരട്ട എഞ്ചിൻ മോഡലുകൾക്ക് മണിക്കൂറിൽ 2.5 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയും നൽകണം. കോടിക്കണക്കിന് രൂപയുടെ ഇന്ധനമാണ് ഇതിന് ആവശ്യമായി വരുന്നത്. ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്നുവെന്ന ഖ്യാതി ഇനി ബീഹാറിന് സ്വന്തമാകും. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഔറംഗാബാദിലും റോഹ്താസിലും റാലികളെ അഭിസംബോധന ചെയ്തിരുന്നു. 2 ഘട്ടങ്ങളിലുമായി 84 റാലികളെ നിതീഷ് അഭിസംബോധന ചെയ്തു. 73 എണ്ണം ഹെലികോപ്റ്റർ വഴിയും 11 എണ്ണം റോഡ് വഴിയും. RJD നേതാവ് തേജസ്വി യാദവ് അർവാൾ, റോഹ്താസ്, ജഹാനാബാദ് എന്നിവിടങ്ങളിൽ 16 റാലികൾ നടത്തി. ജിതൻ റാം മാഞ്ചി ഹെലികോപ്റ്ററിൽ 72 റാലികളും റോഡ് ഷോകളിലും പങ്കെടുത്തു. അധികാര രാഷ്ട്രീയത്തിന്റെ പുതിയ ചരിത്രം ഇതോടെ കുറിച്ചിരിക്കുകയാണ് ബീഹാർ. NDA സഖ്യം എക്സിറ്റ് പോളുകളെ പോലും അപ്രസക്തമാക്കുന്ന മഹാവിജയത്തിലേക്ക് കുതിക്കുമ്പോൾ ഇക്കുറിയും കടിഞ്ഞാണേന്തി അമരത്ത് നിതീഷ് കുമാർ ഉണ്ട്. NDAയുമായി ചേർന്ന് 10ാം തവണയും നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ക്ഷീണം മാറ്റി ഇക്കുറി അതിശക്തമായ തിരിച്ചുവരവാണ് നിതീഷ് കുമാറിന്റെ ചിറകിലേറി JDU നടത്തിയത്. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് ഭരണ തുടർച്ച നേടിയെങ്കിലും BJPയുടെ പദ്ധതിയിൽ നന്നേ ക്ഷീണിച്ചുപോയ നിതീഷ് സർവശക്തനായി തിരിച്ചുവരുന്ന കാഴ്ചയാണ് ബീഹാറിലേത്. എക്കാലവും അധികാരത്തിന്റെ പക്ഷത്ത് കൃത്യമായി നിൽക്കാൻ കഴിയുന്ന നിതീഷ് കുമാറിന്റെ വമ്പൻ തിരിച്ചുവരവ് കൂടിയാണ് ബീഹാർ ഫലം കാട്ടിത്തരുന്നത്. 2020-ൽ 115 സീറ്റിൽ മത്സരിച്ച നിതീഷ് കുമാറിന്റെ ലീഡ് 43 സീറ്റിലേക്ക് ചുരുങ്ങിയിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായി ഇക്കുറി ഇരട്ടിയോളം സീറ്റുകളാണ് നിതീഷ് നേടിയത്. യഥാർത്ഥത്തിൽ JDU ഇത്തവണ അധികമായി നേടിയ സീറ്റുകളാണ് NDAയെ ഈ തകർപ്പൻ വിജയത്തിലേക്ക് നയിച്ചതും. 1951-ന് ശേഷം ബീഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നുപോയത്. അതിൽ തന്നെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം 10% അധികമാണ്. സംരംഭകരായി മാറുന്നതിന് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സർക്കാർ 10,000 രൂപ വീതം നൽകിയത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു. ജനവിധി മാറ്റിമറിച്ച തുറുപ്പുചീട്ടായി ഈ പദ്ധതി മാറിയെന്ന് വേണം കരുതാൻ. ഇത്തവണയും ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ദൗത്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് NDAയുടെ പ്രചാരണം നയിച്ചത്. തുടക്കത്തിൽ മുഖ്യമന്ത്രിയാര് എന്ന ചോദ്യത്തെ അഭിമുഖീകരിക്കാതിരുന്ന BJP നേതൃത്വം വൈകാതെ നിതീഷ് തന്നെ എന്ന് സമ്മതിക്കുന്ന അവസ്ഥയിലെത്തി. അമിത്ഷായ്ക്കടക്കം ഇക്കാര്യം പറയാതെ പറയേണ്ടി വന്നു. നിതീഷിന്റെ സ്വീകാര്യതയും ജനകീയതയും അംഗീകരിച്ചു തന്നെയായിരുന്നു BJPക്ക് ഇത്തരമൊരു നിലപാടിലേക്ക് എത്തേണ്ടി വന്നത്. മുന്നോക്ക വോട്ടുകൾ ഇത്തവണയും കൃത്യമായി BJP ഉറപ്പിച്ചപ്പോൾ പിന്നാക്ക വോട്ടുകളും സ്ത്രീ വോട്ടുകളിൽ നല്ലൊരു പങ്കും നിതീഷിലൂടെ NDAയിലെത്തി. യാദവ ഇതര പിന്നാക്ക വിഭാഗത്തിന്റെ അനിഷേധ്യ നേതാവായ നിതീഷിനൊപ്പം EBC വോട്ട് ബാങ്ക് ഇത്തവണയും പാറ പോലെ ഉറച്ചുനിന്നു. അതിനൊപ്പം സ്ത്രീ സൗഹൃദ പദ്ധതികളിലൂടെ വനിതാ വോട്ടും NDAയിലേക്ക് ഒഴുകി.
മറുവശത്ത് തൊഴിലില്ലായ്മയും മറ്റും ഉന്നയിച്ച് പ്രചാരണം നടത്തിയ തേജസ്വി യാദവിനെ പക്ഷേ കാലിടറി. വർഷങ്ങളായി RJDയിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഇതര വോട്ടുകളാണ് ഇക്കുറിയും മഹാസഖ്യത്തിന്റെ വിജയത്തിന് തടയിട്ടത് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ വർഷത്തേക്കാൾ RJDയുടെ സീറ്റ് ഇന്നലെ പകുതിയിലധികം കുറഞ്ഞതും പാർട്ടിക്കും അതോടൊപ്പം മഹാസഖ്യത്തിനും വലിയ തിരിച്ചടിയാണ്. 2020 നിതീഷിന്റെ മുഖ്യമന്ത്രി മോഹത്തിന് തടയിടുക എന്ന പദ്ധതി BJPക്കുണ്ടായിരുന്നു. BJPയുമായി തെറ്റി ചിരാഗ് പാസ്വാൻ ഒറ്റയ്ക്ക് മത്സരിച്ചതുപോലും BJPയുടെ തന്ത്രമായിരുന്നു. നിതീഷിന്റെ സീറ്റ് കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യം. അതിൽ അവർ ലക്ഷ്യം കണ്ടെങ്കിലും നിതീഷിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള പ്രയാണത്തിന് തടയിടാനായില്ല. മുഖ്യമന്ത്രിയാകാൻ ആരോടൊപ്പം കൂടാനും മടി കാണിക്കാത്ത നിതീഷിനെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്ന് തിരിച്ചറിഞ്ഞാണ് 71 സീറ്റിൽ ജയിച്ചിട്ടും 43 സീറ്റ് മാത്രം ജയിച്ച നിതീഷിനെ മുഖ്യമന്ത്രിയാക്കാൻ BJP നിർബന്ധിതമായത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും ജയം നിതീഷ് കുമാറിനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വിജയിച്ചാൽ മാത്രം മതിയായിരുന്നില്ല നിതീഷിന്. കഴിഞ്ഞ തവണത്തെ മോശം പ്രകടനത്തിൽ നിന്ന് കരകയറുകയും വേണമായിരുന്നു. സഖ്യത്തിൽ BJPയോട് ഒപ്പം നിൽക്കാനും മികച്ച പ്രകടനം കൂടിയേ തീരുമായിരുന്നുള്ളൂ. ഇത് രണ്ടും സാധ്യമായതോടെ നിതീഷിന് ഇരട്ടി മധുരമാണ് ബീഹാർ ഫലം. വികസനത്തിന്റെ നായകൻ എന്ന അർത്ഥത്തിൽ ചാർത്തിക്കിട്ടിയ സുശാസൻ ബാബു എന്ന വിളിപ്പേരിന് ജനങ്ങൾ നൽകിയ അടിവരയാണ് ഇത്തവണത്തെ വിജയമെന്ന് ഇനി നിതീഷ് കുമാറിന് ആത്മവിശ്വാസത്തോടെ പറയാം.